ഈ ഒരു അവസരം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നതാണ്. നിങ്ങൾ തേടിപ്പോയതായിരിക്കില്ല. 90% ആൾക്കാരും ഇവിടെ ഇരിക്കുന്ന വ്യക്തികളില് തേടി വന്ന അവസരത്തെക്കാൾ ഉപരി അല്ലെങ്കിൽ നിങ്ങളെ തേടി വന്നൊരു അവസരമാണ് എന്ന് എനിക്ക് പറയാനായിട്ട് സാധിക്കും. പലപ്പോഴും അങ്ങനെയാണ്. ജീവിതത്തില് ചില കാര്യങ്ങൾ നമ്മെ തേടി വരുന്നതാണ് നമ്മുടെ ജീവിതം മാറ്റിമറിക്കുന്നത്. പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നാം തേടി പോകുന്നത് നമ്മെ ജീവിതത്തിലെ നിരാശയാകുന്ന പടുകുഴിയിലേക്ക് മാത്രമേ വിടാറുള്ളെങ്കിൽ ചില കാര്യങ്ങൾ നമ്മെ തേടി വരും. ആ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ വിജയത്തിന് ഏറ്റവും അത്യന്താപേക്ഷിതമാണെന്ന് മനസ്സിലാക്കി ആ വന്നതിനെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോവാൻ സാധിക്കുന്നിടത്താണ് ജീവിത വിജയം ഉണ്ടാവുന്നത്. അപ്പൊ അതുകൊണ്ട് ഇന്ന് ഈ ഒരു അവസരം കേൾക്കാൻ എത്തിയിരിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ ഒരു പ്രൊജക്ട് പ്രസന്റേഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നതിനോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ളത്, ഈ ഒരു അവസരം നിങ്ങൾ എല്ലാവരും വളരെ ശ്രദ്ധാപൂർവം വീക്ഷിക്കുക. ഒരു തവണ നമുക്കറിയാം, ഒരു കാര്യത്തെ കുറിച്ച് പലതവണ കേൾക്കുമ്പോഴാണ് അതിൽ നമ്മൾ കൂടുതൽ മാസ്റ്ററി ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു പ്രസന്റേഷൻ നിങ്ങൾക്ക് ഇന്ന് ആദ്യമായിട്ട് കേൾക്കുന്നവർ നിങ്ങളുടെ ഒരുപാട് പ്രസന്റേഷനുകൾ ഈ ജസ്പേറ്റിന് തന്നെ കേൾക്കാനായിട്ട് ഉണ്ടാവണം. കാരണം എത്ര നിങ്ങൾ കേൾക്കുന്നു അത്രത്തോളം നിങ്ങൾക്ക് ഇതിൽ ക്ലാരിറ്റി ഉണ്ടാവും. അപ്പൊ ഏതായാലും സമയം ഒട്ടും വൈകിക്കുന്നില്ല, ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മളുടെ ജസ്പെയ്ഡ് ഇന്റർനാഷണൽ എന്ന ഈ കമ്പനിയുടെ രണ്ടാമത്തെ സംരംഭമാണ്, സിൽവർ സ്പൂൺ എന്ന കമ്പനിയുടെ സംബന്ധിച്ച് രണ്ടാമത്തെ സംരംഭമാണ് ജസ്പെയ്ഡ് ഇന്റർനാഷണൽ. 1999 സിൽവർ സ്പൂൺ എന്ന കമ്പനി തുടക്കം കുറിച്ചപ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇന്ന് വളരെയധികം പ്രഗത്ഭരായിട്ടുള്ള അല്ലെങ്കിൽ വളരെയധികം വിശിഷ്ടരായിട്ടുള്ള വ്യക്തികളുടെ അവരുടെ ജീവിതത്തിന്റെ പ്രധാന നർമ്മ മുഹൂർത്തങ്ങൾ, അവർക്ക് വേണ്ട എല്ലാവിധ സജ്ജീകരണങ്ങളും ചെയ്യുവാനായിട്ട് കേരളത്തിലെ ടോപ്പ് സെഗ്മെന്റിലുള്ള ഒരു കമ്പനിയായിട്ട് അവരുടെ ഈ ഒരു മാനേജ്മെന്റിന് അത് മാറാനായിട്ട് സാധിച്ചു. അതിനുശേഷം ഒരുപാട് ഗ്രൂപ്പ് ഓഫ് റെസ്റ്റോറന്റുകൾ സ്റ്റാർട്ട് ചെയ്യാൻ സാധിച്ചു. പക്ഷെ നമുക്കറിയാമല്ലോ, എല്ലാത്തിനും ഒരു മാറ്റം അനിവാര്യമാണ്. ഇന്ന് കാലത്തിന്റെ പൂർണ്ണതയില് ജസ്പെയ്ഡ് എന്ന കമ്പനിക്ക് പിറവിയെടുക്കുവാൻ കോവിഡ് എന്ന മഹാമാരി ഉണ്ടാവേണ്ടി വന്നു. അതെ, COVID-19 നമുക്കറിയാം ഏറ്റവും കൂടുതൽ അഫക്റ്റഡ് ആയിട്ടുള്ളത് ഈവന്റ് മാനേജ്മെന്റുകൾ അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫികൾ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ്. അപ്പൊ ഇത്തരത്തിൽ ഹോട്ടലുകൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എഫക്ട് ചെയ്തതിൽ ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്ത ഒരു വിഭാഗമായിരുന്നു ഈ ഒരു മാനേജ്മെന്റും. അങ്ങനെ കൊറോണ എന്നതിനെ ഒരു വലിയൊരു അനുഗ്രഹമാക്കി മാറ്റുകയായിരുന്നു ജസ്പെയ്ഡ് അഥവാ ജസ്റ്റിസ് പെയ്ഡ് എന്ന കമ്പനിയിലൂടെ. അപ്പോൾ ജസ്റ്റിസ് പെയ്ഡ് എന്ന കമ്പനി കൺസ്യൂമർ ജസ്റ്റിസ് അഥവാ ഉപഭോക്തൃ നീതി നടപ്പിലാക്കാൻ കേരളത്തിൽ നിന്ന് ആരംഭം കുറിച്ചപ്പോൾ അതിനായി ആദ്യം ചൂസ് ചെയ്തത് ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ കോടീശ്വരന്മാരെ സൃഷ്ടിച്ച അതേ ഉൽപ്പന്നങ്ങളുടെ പട്ടിക നിരത്തുന്ന ഇ കൊമേഴ്സ് തന്നെയായിരുന്നു. കാരണം 1995 ആരംഭിച്ച് 2012 ഇന്ത്യയിൽ വന്ന് 2020 മാത്രം കേരളത്തിൽ തന്നെ ഏകദേശം 400 കോടി ലാഭവിഹിതം ഉണ്ടാക്കിയ ആമസോണിനെ നമ്മൾക്ക് ഇവിടെ നിന്ന് ഒരു പ്രൊജക്ട് ഉണ്ടായാൽ ആ 400 കോടി നമ്മുടെ നാട്ടിൽ ഉണ്ടാവില്ലേ എന്നൊരു ചിന്ത, അതൊരു തുടക്കം മാത്രമായിരുന്നു. ആ ഒരു ചിന്തയിൽ നിന്ന് 2021 കേരളത്തിലെ മികച്ച ഇ കൊമേഴ്സ് എന്ന അവാർഡും ജസ്പെയ്ഡ് ജേതാവായപ്പോൾ 2022 ഹൈപ്പർ മാർക്കറ്റുകളും 2023 ഗോൾഡ് ആൻഡ് ഡയമണ്ട് ശേഖരണങ്ങളും അങ്ങനെ ഓട്ടോമൊബൈൽ വെൽനസ് ഇൻഡസ്ട്രികൾ അങ്ങനെ അനവധി മേഖലകൾ ജസ്പെയ്ഡ് കൊണ്ടുപോകുന്നു അല്ലെങ്കിൽ കൈവച്ചു. ആ കൈവച്ച മേഖലകളെല്ലാം ഏറ്റവും നല്ല രീതിയിൽ ഇന്നും നടത്തിക്കൊണ്ട് പോകുന്നു എന്നതിൽ വളരെയധികം അഭിമാനമാണ് എനിക്കുള്ളത്. പക്ഷെ ഇന്നത്തെ എന്റെ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം, ഇത് നിങ്ങളുടെ മുമ്പിൽ ഈ ഒരു പ്രസന്റേഷൻ അവതരിപ്പിക്കുമ്പോൾ എനിക്കൊരു പർട്ടിക്കുലർ പ്രൊജക്ടിനെ കുറിച്ച് മാത്രമേ സംസാരിക്കാനുള്ളൂ. കാരണം ഇപ്പോൾ നിങ്ങൾക്ക് കേട്ടിട്ടുള്ള ഇ കോമേഴ്സ് ആയിക്കോട്ടെ, ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി ആയിക്കോട്ടെ, അല്ലെങ്കിൽ വെൽനസ് ഇൻഡസ്ട്രി ആയിക്കോട്ടെ, അതുപോലെ ഈ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇവന്റ് മാനേജ്മെന്റ് ആയിക്കോട്ടെ, ഹോട്ടലുകൾ ആയിക്കോട്ടെ, ഇതെല്ലാം ജസ്പെയ്ഡിന്റെ ഒരു സെറ്റ് ഓഫ് ഡിവിഷൻസ് ഉണ്ടായിരിക്കെ ചെയ്തു. എനിക്ക് ഇതിനെക്കുറിച്ച് ഒന്നും സംസാരിക്കാനായിട്ട് ഇന്ന് ഞാൻ അതിന് സമയം കളയാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ആഗ്രഹിക്കുന്നത് 2024 നവംബർ അവസാനത്തോടുകൂടി ജസ്പെയ്ഡ് എന്ന കമ്പനി ഏകദേശം ഈ കമ്പനിയുടെ ഉത്ഭവം തൊട്ടേ അവർ ആഗ്രഹിച്ച ഒരു പ്രൊജക്റ്റിലേക്ക് ഇറങ്ങി തിരിച്ച ആ ഒരു പ്രൊജക്റ്റിനെ കുറിച്ചാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ട്, പ്രേമം എന്ന സിനിമയിലൂടെ വിനയ് ഫോർട്ട് എന്ന ആ ഒരു കലാകാരൻ ജാവ ഈസ് പവർഫുൾ, ജാവ ഈസ് സിമ്പിൾ എന്ന് പറയുന്ന പോലെ റിയൽ എസ്റ്റേറ്റ് എന്ന ആശയത്തെ കുറിച്ചാണ് ഞാനും പറയുന്നത്. അതെ, റിയൽ എസ്റ്റേറ്റ് ഈസ് പവർഫുൾ, സിമ്പിൾ, അൺബ്രേക്കബിൾ ആൻഡ് സേഫ്. തീർച്ചയായിട്ടും ഒരുപാട് കുടുംബങ്ങളുടെ ജീവിതത്തില്
ഇന്ന് ലോകമെമ്പാടും മാറ്റം വരുത്തിയ ഒരു ഇൻഡസ്ട്രിയാണ് റിയൽ എസ്റ്റേറ്റ്. എനിക്കറിയില്ല എത്ര പേർക്ക് അറിയാം, കാരണം ഇന്ന് ലോക കോടീശ്വരന്മാരിലെ പട്ടികയിലെടുത്ത എല്ലാവരും ചെയ്യുന്ന അവരുടെ മേജർ ആയിട്ടുള്ള ഒരു ബിസിനസ് റിയൽ എസ്റ്റേറ്റ് ആണ്. നമുക്ക് ഒരു ഉദാഹരണം മാത്രം പറയാം. യൂസുഫ് അലി സാർ എന്ന് പറയുന്ന കേരളത്തിന്റെ ഏറ്റവും നമ്പർ 1 കോടീശ്വരൻ എന്ന് പറയുന്ന ആ വ്യക്തി എങ്ങനെയാണ് അദ്ദേഹം ലുലു മാൾ എന്ന് പറയുന്ന സിസ്റ്റത്തിലേക്ക് വന്നത്? അദ്ദേഹം ഇടപ്പള്ളിയിലെ പല ചതുപ്പ് നിലങ്ങൾ അദ്ദേഹം കോർഡിനേറ്റ് ചെയ്ത് ഇന്ന് അറബികളുടെ പലരുടെയും ഇൻവെസ്റ്റ്മെന്റുകളോടും ഒക്കെ അദ്ദേഹം കെട്ടിപ്പിടുത്തിയ ഒരു സാമ്രാജ്യമായിരുന്നു ലുലു മാൾ. ഇന്ന് ലുലു മാള് എല്ലാ ജില്ലകളിലേക്കും വ്യാപിക്കുന്നതിന്റെ ഭാഗമാണ്. അപ്പൊ ഇതൊക്കെയാണ് ഒരു എക്സാമ്പിൾ. എന്തുകൊണ്ട് പണമുള്ളവർ വീണ്ടും പണക്കാരായി തീർന്നു ചോദിച്ചാൽ അവർക്ക് കിട്ടുന്ന അവസരങ്ങളെ ഏറ്റവും മനോഹരമായിട്ട് ഉപയോഗപ്പെടുത്തി, അതും സേഫസ്റ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റിൽ ഉപയോഗപ്പെടുത്തി എന്ന് വേണം പറയാം. കാരണം റിയൽ എസ്റ്റേറ്റ് എന്ന വാക്കിന് ഒരു പ്രത്യേക ഒരു ഗുണം കൂടെയുണ്ട്. കാരണം നമ്മൾ കേട്ടിട്ടുണ്ട് ഇന്നത്തെ കാലത്ത് ഇൻവെസ്റ്റ്മെന്റുകൾ എന്ന് പറയുന്നത് എല്ലാവരും നോക്കിക്കാണുന്ന ഒരു കാര്യമാണ്. ഇന്ന് ഇൻവെസ്റ്റ്മെന്റുകൾ, കാരണം സമയം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണം, പണം ഇൻവെസ്റ്റ് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം, പഠിക്കുന്നതാണ്, നമ്മൾ എവിടെങ്കിലൊക്കെ ഇതൊക്കെ അറിയുന്നതാണ്. അപ്പൊ നമ്മുടെ സമ്പാദ്യത്തിൽ നിന്ന് ഏറ്റവും കുറഞ്ഞൊരു 20% ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി മാറ്റി വെക്കണമെന്നൊക്കെ നമുക്കറിയാം, 10% ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റും 10% ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റിലേക്കൊക്കെ മാറ്റി വെക്കണമെന്നൊക്കെ നമ്മൾ ഇന്നത്തെ ഫിനാൻസ് മാനേജ്മെന്റ് ക്ലാസ്സുകളിലൊക്കെ ഒരുപാട് കേൾക്കുന്നുണ്ടായിരിക്കും. ഇനി കേട്ടിട്ടുണ്ടെങ്കിൽ അറിഞ്ഞിരുന്നോളൂ, ഇങ്ങനൊരു കാര്യമുണ്ട്. 10% നമുക്ക് കിട്ടുന്നത് മുഴുവൻ തീർത്ത് കളയാതെ ഒരു 10% വീതം നമ്മൾ ഷോർട്ട് ടൈമിലേക്കും ലോങ് ടൈമിലേക്കും ഇൻവെസ്റ്റ്മെന്റുകൾ വേണം എന്നുള്ള, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തണമെന്നുള്ള കാര്യം ഇന്ന് നമ്മൾ മനസ്സിലാക്കി. ഇന്ന് ഈ ഒരു പ്രസന്റേഷൻ കേൾക്കുന്നവർക്ക് അത് അറിയില്ലെങ്കിൽ അറിഞ്ഞിരിക്കുക. കാരണം ലോകത്തിന്റെ ഏറ്റവും വലിയ ഇൻവെസ്റ്റർ എന്ന് പറയുന്നതിന്റെ ഏറ്റവും വലിയ ലാഭം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയായ വാറൻ ബഫറ്റ് പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങളുടെ കയ്യിൽ $1 മില്യൺ ഉണ്ടെങ്കിൽ ആ $1 മില്യൺ 10 വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്കത് $10 മില്യൺ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്താൽ റിട്ടേൺ കിട്ടുന്നതാണ് ഏറ്റവും പ്രോപ്പറായ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്, ഏറ്റവും പ്രോഫിറ്റബിൾ ആയ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്, ഏറ്റവും പ്രൊലാങ്ങിങ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതായത് നമ്മൾ ഇന്ന് നമുക്കിവിടെ കുറച്ചുകൂടെ വ്യക്തമായിട്ട് നമ്മുടെ ഇന്ത്യൻ റുപ്പീസിൽ പറഞ്ഞാൽ 10 ലക്ഷം രൂപ 10 വർഷത്തേക്ക് മാറ്റിവെച്ചാൽ 1 കോടിയായിട്ട് മാറുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് നമ്മുടെ നാട്ടിൽ ഏതുണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ട്. കാരണം നമുക്ക് കേട്ടിട്ടുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ ആയിക്കോട്ടെ, ഇൻഷുറൻസ് പോളിസികളായിട്ട് ഇതെല്ലാം നല്ലതാണ്. പക്ഷെ ഇന്ന് ഈ ഒരു വാറൻ ബഫറ്റ് എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞത് പ്രകാരം ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് തികച്ചും വളരെ ശക്തമായി നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. അവിടെയാണ് ഇന്ന് നമുക്ക് ഒരു ഉത്തരമായിട്ട് റിയൽ എസ്റ്റേറ്റ്, സ്ഥലം മേടിച്ചിട്ടാൽ ആ സ്ഥലത്തിന് ഡിപ്പെൻഡബിൾ ആയിട്ടുള്ള അവിടെ അഡ്വേഴ്സ് ആയിട്ടുള്ള കണ്ടീഷൻസ് ഡെവലപ്പ് ചെയ്താൽ, അല്ലെങ്കിൽ അവിടെ അതിനെ പ്രകൃതിയോട് ഇണങ്ങിച്ചേരുന്ന പല കണ്ടീഷനുകളും ഇൻഫ്രാസ്ട്രക്ചറുകൾ ഡെവലപ്പ് ചെയ്താൽ, ഹോസ്പിറ്റാലിറ്റികൾ ഡെവലപ്പ് ചെയ്താൽ നമ്മൾ മേടിക്കുന്ന സ്ഥലത്തിന്റെ റേറ്റ് കൂടുമെന്ന് നമുക്കറിയാം. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് പറയാം റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നതാണ് ഏറ്റവും ലോകത്തിലെ ഇൻവെസ്റ്റ്മെന്റ്, നല്ല ഇൻവെസ്റ്റ്മെന്റ്. ഇനി ഏറ്റവും അടുത്തൊരു കാര്യം നമുക്കറിയാം, ഈയിടെ ചൂരൽ മല എന്ന് പറയുന്ന സ്ഥലത്തൊരു ലാൻഡ് സ്ലൈഡ് ഉണ്ടായി. അവിടെ എല്ലാം നഷ്ടപ്പെട്ടു. പക്ഷെ ഇന്നും അവർക്ക് നഷ്ടപ്പെടാത്ത ഒരു കാര്യമാണ് അവരുടെ കിടപ്പാടങ്ങൾ, അല്ലെങ്കിൽ അവിടെയൊക്കെ ഇന്നും എന്തൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിലും ആ ഒരു പ്രോപ്പർട്ടി അത് ക്ലിയർ ചെയ്ത് എത്ര കൊല്ലം കഴിഞ്ഞാണെങ്കിലും അവർക്കത് എടുക്കാം. നമുക്കറിയാം കൊല്ലങ്ങൾ കഴിഞ്ഞാലും പാരമ്പര്യ സ്വത്തുകൾ പലതും നമുക്ക് കിട്ടാറുണ്ട്. ഇവിടെ ഇരിക്കുന്നവർക്ക് പലർക്കും അറിയാം അതിനെ കുറിച്ചൊക്കെ. അപ്പൊ ഏതായാലും ഒരു കാര്യത്തിൽ ഉറപ്പാണ്, റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് സേഫ് ആണ്, നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രോഫിറ്റബിൾ ആണ്, ഒപ്പം ഏറ്റവും വിശ്വസ്തവുമായിരിക്കും. കാരണം ഫെയ്ത്ത്ഫുൾ ആണ്. കാരണം നമ്മളെ സംബന്ധിച്ച് നമ്മൾക്ക് ഒരിക്കലും നഷ്ടപ്പെടില്ല, അതൊരിക്കലും മോഷണം ചെയ്യപ്പെടുകയോ അങ്ങനെ ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് ഏറ്റവും കൂടുതൽ വിലയുള്ളതും ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളതും ഏറ്റവും കൂടുതൽ നീടുള്ളതും റിയൽ എസ്റ്റേറ്റ് തന്നെയാണ്. അങ്ങനെയെങ്കിൽ റിയൽ എസ്റ്റേറ്റ് എന്താണ് എന്ന് ഒരിക്കൽ കൂടി നമുക്ക് പരിശോധിക്കാം. റിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ വാങ്ങുക, വിൽക്കുക, വാടകയ്ക്ക് കൊടുക്കുക. അപ്പോൾ കഴിഞ്ഞൊരു 450 കോടി വർഷമായിട്ട് നമ്മുടെ ഭൂമി ഇങ്ങനെ നിർത്താതെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു 750 കോടി വർഷം കൊണ്ട് ഭൂമി ഇങ്ങനെ കറങ്ങും. അവിടെ മനുഷ്യരാശി ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ ചോദ്യചിഹ്നമാണ്. എന്തായാലും ഈ ഒരു ഭൂമിയിൽ 71% വെള്ളം എന്ന് പറയുന്നത് നമുക്കറിയാം, അല്ലെ? ഭൂമിയില് 71% വെള്ളമാണെന്നും ബാക്കി വരുന്ന 29% കരയാണ്. ആ കരയില് 33% ആയിട്ട് 100% ആ 29% കൺസിഡർ ചെയ്താൽ ആ 100%ന്റെ 33% മരുഭൂമികളും 31% കാടുകളും 21% കുന്നുകളും 10% ഗവൺമെന്റ് പ്രോപ്പർട്ടീസുമാണ്.
ഇവിടെയാണ് നമുക്കൊരു കാര്യം മനസ്സിലാക്കേണ്ടത്. ഈ ലോകത്തില് ഇനി മിച്ചമുള്ളതെന്ന് പറഞ്ഞാൽ 5% മാത്രമാണ് വാസയോഗ്യമായിട്ടുള്ള, കൊടുക്കാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ വിൽക്കാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ വാടകയ്ക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന വസ്തു എന്ന് പറയുന്നത് വളരെയധികം പരിമിതമാണ്. ഏറ്റവും പറഞ്ഞാൽ 5% എന്നൊക്കെ വേണം പറയാൻ. ഇനി കേരളത്തിലെ ഒരു കണ്ടീഷൻ എടുത്താലോ, കേരളത്തിൽ 96 ലക്ഷം ഏക്കറാണ് കേരളത്തിലുള്ളത്. കേരളത്തിൽ ഇനി നമുക്ക് യോഗ്യമായിട്ടുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ 10 തൊട്ട് 12 ലക്ഷം ഏക്കർ മാത്രമാണ്. ഒപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലോകരാജ്യത്തിന്റെ അല്ലെങ്കിൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഒക്കെ കണക്കനുസരിച്ച് പോപ്പുലേഷൻ ഡെൻസിറ്റിയിൽ നമ്പർ 1 എത്തിയിരിക്കുകയാണ് നമ്മുടെ രാജ്യം. പക്ഷെ ലോകത്തിന്റെ സൈസ് അനുസരിച്ച് ഏറ്റവും വലിയ രാജ്യങ്ങളിൽ 7ാം സ്ഥാനത്താണ് ഇന്ത്യ. അപ്പൊ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഇപ്പോൾ ഓവർ പോപ്പുലേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും നല്ലതാണ് പോപ്പുലേഷനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ GDP കൂടും, അതിന് ഒരുപാട് നന്മകളും ഉണ്ട് ഇതിന്. പക്ഷെ ഇതിന്റെ അഡ്വേഴ്സ് എഫക്ട് എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ന് മുംബൈ അല്ലെങ്കിൽ പോലുള്ള മെട്രോപൊളിറ്റൻ സിറ്റികൾ അല്ലെങ്കിൽ മെഗാപൊളിറ്റൻ സിറ്റികളിൽ സ്ക്വയർ ഫീറ്റിന് ലക്ഷങ്ങൾ കൊടുക്കേണ്ട അവസ്ഥയാണ്. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കുവാണ്, ചിന്തിക്കുകയാണെങ്കിൽ ഇന്ന് സ്ഥലത്തിന്റെ വാല്യൂ എത്രത്തോളമാണെന്ന് നമുക്കറിയാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു അസറ്റ് ആണ്, അല്ലെങ്കിൽ ടാഞ്ചിബിൾ അല്ല, ഇൻടാഞ്ചിബിൾ ആൻഡ് ടാഞ്ചിബിൾ. ടാഞ്ചിബിൾ എന്ന് പറഞ്ഞാൽ കാണാൻ പറ്റുന്ന അസറ്റ്, കാണാൻ പറ്റാത്ത അസറ്റുകൾ നമുക്ക് ഒരുപാട് കേട്ടിട്ടുണ്ടാവും. പക്ഷെ ഇത്രയും വാല്യുബിൾ ആയിട്ടുള്ള ഒരു ടാഞ്ചിബിൾ അസറ്റ് ആയിട്ടുള്ള റിയൽ എസ്റ്റേറ്റിൽ നമുക്ക് 4 തരത്തിൽ തിരിക്കാമെന്നുള്ളതാണ്. അതിൽ ഒന്നാമത്തെയാണ് ലാൻഡ്, രണ്ടാമത്തേതാണ് ബിൽഡിങ്സ്, മൂന്നാമത്തേതാണ് സ്റ്റാൻഡിങ് ടിമ്പേഴ്സ്, നാലാമത്തേതാണ് നാച്ചുറൽ റിസോഴ്സ്. ലാൻഡ് നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാം. ലാൻഡ് എന്ന് പറയുന്നത് സ്ഥലം മേടിച്ചിടുന്നു, സ്ഥലത്തിന് അതിന്റെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് നമ്മൾ അത് യൂസബിൾ ആയിട്ടുള്ള, ഫീസിബിൾ ആയിട്ടും അത് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടാവും. രണ്ടാമത് നമുക്ക് ബിൽഡിങ്സ്, സ്ഥലം മേടിച്ച സ്ഥലത്തിൽ അവിടെ ബിൽഡിങ്സ് കെട്ടിപ്പൊക്കുന്നുണ്ടാവും, അല്ലെ, ഹോസ്പിറ്റൽസ് ഉണ്ടാവും, പല പല ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഡെവലപ്പ് ചെയ്യുന്നുണ്ടാവും, കോർപ്പറേറ്റ് ഓഫീസുകൾ ഉണ്ടാവും, ബിൽഡിങ്സ് ഉണ്ടാവും, IT സ്ഥാപനങ്ങൾ ഉണ്ടാവും. അങ്ങനെ പല പല സ്ഥാപനങ്ങൾക്ക് വേണ്ടി അത് ഉപയോഗിക്കുമ്പോൾ അവിടെ വീണ്ടും ആ സ്ഥലത്തിന് വില കൂടുകയാണ്. മൂന്നാമത്തെ ഓപ്ഷൻ സ്റ്റാൻഡിങ് ടിമ്പേഴ്സ് ആണ്. സ്റ്റാൻഡിങ് ടിമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഭൂമിയിലെ ഏറ്റവും ഹൈ റിസൾട്ട് കിട്ടുന്ന ഏറ്റവും ചെറിയ ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതായത് ഭൂമിയിലെ ഏറ്റവും ചെറിയ ഇൻവെസ്റ്റ്മെന്റിൽ ഹൈ റിട്ടേൺ കിട്ടുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് കൂടെയാണ് സ്റ്റാൻഡിങ് ടിമ്പേഴ്സ്. കാരണം ബാക്കി എല്ലാത്തിനും അതിൻ്റെതായ റിസ്ക് എലമെന്റ്സ് ഉണ്ട്, ബാക്കി എല്ലാത്തിനും അതിൻ്റെതായ ഇൻവെസ്റ്റ്മെന്റ് പോർഷൻസ് ഉണ്ട്. നമ്മുടെ കയ്യിൽ ഒരുപാട് പണമുണ്ട്. ഇപ്പൊ എക്സാമ്പിൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, ഒരു നല്ലൊരു റോഡ് സൈഡ് നമ്മുടെ ഈ സ്ഥലമുണ്ട്, ആ സ്ഥലത്ത് ഒരു നല്ലൊരു 5 നില കെട്ടിടം പണിതിടാന്നുണ്ടെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി ഒരു വലിയൊരു റിട്ടേൺസ് അതിൽ നിന്ന് കിട്ടും, അല്ലെ, വാടക ഇനത്തിൽ തന്നെ. പക്ഷെ ഈ 5 നില കെട്ടിടം പണിയാൻ ഇന്ന് എത്ര ലക്ഷം കോടി രൂപ അവിടെ ചെലവ് വരും. ഒരുപാട് ഗവൺമെന്റ് തടസ്സങ്ങൾ വേറെ, അല്ലെ, പല പല കാര്യങ്ങളുണ്ട് അവിടെ. അപ്പൊ എല്ലാത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞാൽ, ഇവിടെ ഇന്ന് ഏറ്റവും സേഫ് ആയിട്ട്, ഏറ്റവും ലോ ആയിട്ട് നമ്മളുടെ കയ്യിൽ നിന്ന് നമുക്കുള്ള സ്ഥലത്തിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ് പ്ലാന്റേഷൻ. ഇന്ന് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ലോകരാജ്യങ്ങളുടെ ഒരു ശക്തി നോക്കിയാൽ, ഇന്ന് ഗൾഫ് രാജ്യം, GCC എന്ന് പറയുന്ന രാജ്യങ്ങൾക്ക് ഇന്ന് ക്രൂഡ് ഓയിലാണ് അവരുടെ എസെൻഷ്യൽ ഫാക്ടർ. അല്ലെങ്കിൽ ഇന്ന് USA നോക്കിയാൽ അവർക്ക് ടെക്നോളജിയാണ് അവരുടെ എസെൻഷ്യൽ ഫാക്ടർ. ഇന്ന് USSR അല്ലെങ്കിൽ റഷ്യയെ നോക്കിയാൽ അവർക്ക് യുദ്ധ കോപ്പുകളാണ്, അല്ലെങ്കിൽ യുദ്ധമായിട്ടുള്ള റിക്വയർമെന്റ്സ് ആണ് അവരുടെ ഏറ്റവും വലിയ ഇത്. ഇനി അത് ഓരോരോ രാജ്യങ്ങൾക്ക് അവരുടേതായ പ്രത്യേകത ഉണ്ട്. അപ്പൊ ഇന്ത്യയുടെ പ്രത്യേകത എന്താണ്? ഇന്ത്യ എല്ലാ കാര്യത്തിലും എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇന്ത്യ ഇപ്പോഴും ഇന്ത്യയുടെ ഏറ്റവും വലിയൊരു സമ്പദ്ഘടനയെ ഇന്ന് നിയന്ത്രിക്കുന്ന ഒരു ശക്തി സ്രോതസ് ഇന്ത്യക്ക് ഇന്ന് അഗ്രികൾച്ചർ ടെക്നോളജി ആയിട്ടുള്ള ഒരു സിസ്റ്റം ആണെന്ന് ഇന്ന് ഇന്ത്യൻ ഗവൺമെന്റ് റിയലൈസ് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് സ്റ്റാൻഡിങ് ടിമ്പേഴ്സിന് വേണ്ടി ഗവൺമെന്റ് ഒരുപാട്, ഇന്ന് സ്റ്റാൻഡിങ് ടിമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ മാത്രമല്ല, അഗ്രികൾച്ചറൽ റവല്യൂഷന് വേണ്ടി ഇന്ന് ഒരുപാട് നിയമങ്ങൾ, ഒരുപാട് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് ഗവൺമെന്റ് ഇവിടെ ഇപ്പോഴും നടത്തിക്കൊണ്ട് വരുന്നത്. കാരണം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് ഇന്ത്യയിലുള്ള മണ്ണ് ഏറ്റവും അനുയോജ്യമായ ഘടകമാണ്. ഇനി അവിടെ നമുക്ക് പ്രത്യേകം പറയുകയാണ്, കേരളത്തിലെ അവസ്ഥ പറയുകയാണെങ്കിൽ ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് കേരളത്തെ വിളിക്കുന്നത് വെറുതെ അല്ല. കാരണം ദൈവത്തിന്റെ സ്വന്തം നാടിന്റെ എല്ലാവിധ അനുഗ്രഹവും ദൈവം നൽകിയിട്ടുള്ള മണ്ണാണ്. അത് എങ്ങനെയാണ് നമുക്ക് പരിശോധിക്കാം. അപ്പൊ അതിനു മുമ്പ് ഞങ്ങൾ ചെയ്യാൻ പോകുന്ന പ്രൊജക്ട് അത് സ്റ്റാൻഡിങ് ടിമ്പേഴ്സിലാണ്. അവിടെ 1400 ഏക്കറിൽ വരുന്ന പ്രൊജക്ട് ആണ്. പക്ഷെ ഇവിടെ ഒരു കാര്യമുണ്ട്, 1400 ഏക്കർ ഞങ്ങൾ ഒരുമിച്ചല്ല ചെയ്യുന്നത്. 1400 ഏക്കർ ഒരേ സ്ഥലത്തല്ല ഞങ്ങൾ ചെയ്യുന്നത്, മറിച്ച് 1400 ഏക്കർ കേരളത്തില് പശ്ചിമഘട്ടം, അതായത് വെസ്റ്റേൺ ഗട്ട്സ് സൈഡുകൾ വരുന്ന, ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബ്ലാക്ക് സോയിൽ വിത്ത് ക്ലേ കണ്ടന്റ് ഉള്ള സ്ഥലങ്ങൾ ഐഡന്റിഫൈ ചെയ്ത്, ഇന്ന് ഏറ്റവും കൂടുതൽ ഇറിഗേഷൻ പോസിബിലിറ്റീസ് ഉള്ള സ്ഥലങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് അത് പർച്ചേസ് ചെയ്ത്, അതിന് ഏറ്റവും കൂടുതൽ എല്ലാവിധ ഗവൺമെന്റിന്റെ ലീഗൽ ഡോക്യുമെന്റ്സ് എല്ലാം ഉണ്ടോ എന്ന് ഉറപ്പാക്കിയതിനു ശേഷം മാത്രം ഞങ്ങൾ ഇത് പർച്ചേസ് ചെയ്ത് അതിനെ 2 ഏക്കറുകൾ വരുന്ന
ഏറ്റവും ആവറേജ് ആണ് ഞാൻ പറയുന്നത്. 2 ഏക്കറാവും, 2.5 ഏക്കറാവും, 1.5 ഏക്കറാവും, എന്തായാലും ആവറേജ് ഒരു 2 ഏക്കറാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ 2 ഏക്കറിൽ 5 സെന്റ് വീഴുന്ന 40 പ്ലോട്ടുകൾ ഡിവൈഡ് ചെയ്തുകൊണ്ട് 700 പ്രൊജക്ടുകൾ. അപ്പൊ 700 പ്രൊജക്റ്റിൽ നിന്ന് 1400 ഏക്കർ വരുന്ന പ്രൊജക്ടുകളാണ് ഞങ്ങൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്താണ് ഞങ്ങൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് പറയുമ്പോൾ എനിക്ക് പറയാൻ സാധിക്കും, ഇന്ന് നമ്മളെല്ലാവരും വളരെയധികം ബഹുമാനത്തോടെയും വളരെയധികം സ്നേഹത്തോടെയും കാണുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായിട്ട് ഇന്ത്യയെ മാറ്റാൻ കഴിയുന്ന ഇന്ത്യൻ മണ്ണിൽ നിന്ന് വളർന്ന ഒരു ഉൽപ്പന്നം. അതെ, അത് മറ്റൊന്നുമല്ല, ചന്ദനം. ഒരുപാട് നിയമ തടസ്സങ്ങൾ ഉണ്ടായിരുന്നു പണ്ട് കാലങ്ങൾ തൊട്ടേ. ടിപ്പു സുൽത്താന്റെ കാലം തൊട്ടേ ഇതിനെ റോയൽ ട്രീ എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. അതായത് രാജകീയ വൃക്ഷം. രാജാക്കന്മാരുടെ വസതിയിലല്ലാതെ വളർത്താനോ പരിപാലിക്കാനോ പാടില്ല. ഇനി വളർത്തിയാൽ തന്നെ അത് രാജാക്കന്മാർക്കും രാജകുടുംബത്തിനും അവകാശപ്പെട്ടതെന്നുള്ള ആ ഒരു വാഴ്ച, നിയമവാഴ്ച, ആ ഒരു വാഴ്ച അതേപടി തുടർന്ന് ഗവൺമെന്റുകളും അത് ഫോളോ ചെയ്ത് അത് ഗവൺമെന്റിന് മാത്രം എന്നുള്ള ഒരു തലത്തിൽ വന്ന് അവസാനം ഉണ്ടായ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ത്യയിൽ മാത്രം 2000 ടണ്ണിന്റെ ചന്ദനം ആവശ്യം വന്നു. ഇന്ത്യയിൽ ഉൽപാദനമായിക്കോട്ടെ 100 ടണ്ണിൽ താഴെ. ഇനി ലോകത്തിന്റെ ചന്ദനത്തിന്റെ ആവശ്യം വന്നത് 6000 ടണ്ണും, ചന്ദനം ലോകത്തിലുള്ള ഉൽപാദനമാകട്ടെ 800 ടണ്ണും. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ ചോദ്യം വരാം, ചന്ദനം എന്ന് പറയുന്നത് ഇന്ത്യയുടെയാണ്. പക്ഷെ ഇന്ത്യയെ പോലെ തന്നെ മറ്റു ചില രാജ്യങ്ങളും ചന്ദനം ഇപ്പോൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അവർക്കും അവരുടേതായ ചന്ദന ബ്രീഡുകളുണ്ട്. അതിലൊന്നാണ് ഓസ്ട്രേലിയ. ഇന്ന് ഓസ്ട്രേലിയൻ വൈറ്റ് സാൻഡൽവുഡ് ഉണ്ട്. ഇന്ന് ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള സാൻഡൽവുഡ് എന്ന് പറയുന്നത് വൈറ്റ് സാൻഡൽവുഡ് ആണ്. അതും ഇന്ത്യൻ വൈറ്റ് സാൻഡൽവുഡ് ആണ് ഏറ്റവും വിലപിടിപ്പുള്ളത്. നമുക്കറിയാം. അപ്പൊ ഇന്ന് ചന്ദനം ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്, ഒരു എക്സാമ്പിൾ ഞാൻ പറയാം, മൈസൂർ സാൻഡൽ സോപ്പ്. നിങ്ങൾക്ക് പലർക്കും പരിചിതമുള്ളതാണ്. KSTDCയുടെ അല്ലെങ്കിൽ KSDയുടെ ഇതനുസരിച്ച്, റിപ്പോർട്ട് അനുസരിച്ച് നമുക്ക് മൈസൂർ സാൻഡൽ സോപ്പിനാണ് ഏറ്റവും കൂടുതൽ ഇന്ന് ഈ ഒരു ചന്ദനത്തിന്റെ ആവശ്യം ഇന്ത്യയിലുള്ളത്. അത് എത്രത്തോളം ഉണ്ടെന്ന് ഞാനൊന്ന് പറഞ്ഞു തരാം. 2000 ടണ്ണ് 100 ടണ്ണില് ഇന്ത്യക്ക് ആവശ്യമുണ്ടെന്ന്. പക്ഷെ ഇന്ന് ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ന് ഇന്ത്യൻ വൈറ്റ് സാൻഡൽവുഡിനാണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഡിമാൻഡ്. കാരണം 1 കിലോ സാൻഡൽവുഡ് ഓയിലിന് ഇന്ത്യൻ വില അനുസരിച്ച് 7 ലക്ഷം രൂപയാണ്. അപ്പോൾ അത് പുറത്തേക്ക് ബ്ലാക്ക് മാർക്കറ്റിൽ അതിന് 20 ലക്ഷം രൂപ വരെയൊക്കെ ഡിസ്കസബിൾ ആയിട്ടുള്ള റേറ്റ് ആണ്. ഇപ്പോൾ നടക്കുന്ന ഒരു അവസ്ഥാവിശേഷം എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ന് ഓസ്ട്രേലിയയിൽ നിന്നുള്ള പ്രൈവറ്റ് കമ്പനികൾ ഇന്ത്യയിൽ കഴിഞ്ഞ ഒരു 20-25 കൊല്ലം മുമ്പ് വരികയും ഇന്ത്യയിൽ നിന്ന് കളക്ട് ചെയ്ത്, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് മറയൂരിൽ നിന്നും കർണാടകയിൽ നിന്നും ഒക്കെ പശ്ചിമഘട്ടത്തിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ള, പ്രത്യേകിച്ച് മറയൂരിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്തിട്ടുള്ള അമ്മ മരങ്ങൾ, അതായത് അമ്മ ചന്ദന മരങ്ങൾ എന്ന് പറയുന്ന സ്വാഭാവിക ചന്ദന മരങ്ങളുള്ള മറയൂർ കാടുകളിൽ നിന്നും കളക്ട് ചെയ്ത, ആദിവാസികളിലൂടെ കളക്ട് ചെയ്ത, ഇന്ന് ലേലത്തിൽ വെച്ച് വിറ്റ ആ ഒരു സീഡുകൾ ഇന്ന് മുളപ്പിച്ച് ഇന്ന് ഓസ്ട്രേലിയൻ മണ്ണിൽ വളർത്തി വലുതാക്കി പരിപാലിച്ച് മുറിച്ച് ഇന്ന് ചന്ദനം ഓയിലാക്കി മാറ്റി ഇന്ന് ലോകം മുഴുവൻ എത്തിക്കുന്നതിന്റെ ഭാഗമായിട്ട് തന്നെ ഇന്ന് ഏറ്റവും കൂടുതൽ ഓസ്ട്രേലിയക്കാർ ഇന്ത്യൻ വൈറ്റ് സാൻഡൽവുഡ് ഓയിൽ വിൽക്കുന്ന രാജ്യത്തിന്റെ പേരാണ് ഇന്ത്യ. അത് മേടിക്കുന്ന ആൾക്കാരാണ് മൈസൂർ സാൻഡൽ സോപ്പ്. അതെ, കഴിഞ്ഞ വർഷം 4000 ലിറ്റർ സാൻഡൽവുഡ് ഓയിലിന് നമ്മളുടെ മൈസൂർ സാൻഡൽ സോപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനിക്ക് വേണ്ടി വന്നത് 157 കോടി രൂപയാണ് ഓസ്ട്രേലിയൻ ഈ പ്രൈവറ്റ് കമ്പനികൾക്ക് കൊടുക്കേണ്ടി വന്നത്. അപ്പൊ ആലോചിച്ച് നോക്കുക, ഇത്രത്തോളം വിലയുള്ള സാധനത്തെ എന്തുകൊണ്ട് ഇങ്ങനൊരു അവസ്ഥ നമ്മുടെ ഇവിടെ ഉണ്ടായി? അപ്പോ ഇവിടെയാണ് ഗവൺമെന്റ് ഇന്ന് വളരെ ശക്തമായിട്ട് എല്ലാവിധ സപ്പോർട്ടും പിന്തുണയും നൽകിക്കൊണ്ട് ചന്ദന കൃഷി സാധാരണക്കാർക്ക് ചെയ്യാം, എല്ലാവർക്കും വീടുകളിൽ നടാം. ഇപ്പൊ പട്ടയമുള്ള ഭൂമിയിൽ അല്ലെങ്കിൽ ജന്മതീരാധാരമുള്ള ഭൂമിയിൽ, അല്ലാത്തതെല്ലാം ഗവൺമെന്റിനാണ്. പട്ടയമില്ലാത്ത ഭൂമിയിലുള്ളതെല്ലാം ഗവൺമെന്റ് ഇത് പിടിച്ചെടുക്കും. അപ്പൊ ജന്മതീരാധാരമുള്ള അല്ലെങ്കിൽ സ്വന്തം നമുക്കറിയാലോ, സ്വന്തം പ്രോപ്പർട്ടിയിൽ, അത് രജിസ്റ്റേർഡ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയിൽ വളർത്തുന്ന ചന്ദന മരങ്ങൾക്ക് അവകാശി അവർ തന്നെയായിരിക്കും. ആ ആധാരം ഉപയോഗിച്ച് ട്രഷറിയിൽ നിന്ന് അത് മുറിച്ചുകൊണ്ട് പോകുമ്പോൾ തന്നെ അതിന് 50% മുൻകൂറായി കിട്ടും. അപ്പൊ മുറിച്ചതിന് ശേഷം നമുക്ക് 50% ബാക്കിയായിട്ട് വരുന്നുണ്ടാവും. ബാക്കി 45% നമുക്ക് വരുന്നുണ്ടാവും. അതായത് അപ്രോക്സിമേറ്റ് ഒരു 95% ഇന്ന് ചന്ദനത്തിന്റെ വില നമുക്ക് തരുന്നുണ്ട് ഗവൺമെന്റ്. കാരണം ഇത് എന്തുകൊണ്ടാണ് അത്തരത്തിൽ ചെയ്യുന്നത് ചോദിച്ചാൽ നമുക്ക് വരുന്ന സമയങ്ങളിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് മനസ്സിലാവും. അപ്പൊ എന്നായാലും ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളിൽ ഒന്ന്, ചന്ദനം നമുക്ക് ഓഫ് കോഴ്സ് ഇന്ന് ഗവൺമെന്റ് പറയുന്നത് ആരുടെ വീട്ടിലും നടാം, വളർത്താൻ, പരിപാലിക്കാം, മുറിക്കാൻ വരെ ഇപ്പോ നിയമങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ ഇത് വിൽക്കാനും ഇത് എടുക്കാനുമുള്ള അവകാശം നമുക്ക് ഓഫ് കോഴ്സ് നമുക്കറിയാം അത് ഗവൺമെന്റിന് മാത്രമാണ്. അങ്ങനെയെങ്കിൽ
ചന്ദനമരത്തിന് ഞങ്ങളുടെ ഒരു പ്രൊജക്ട് ആദ്യം നമുക്ക് വീടുകളിൽ സ്വന്തമായി നടുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ ഈ പ്രൊജക്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു തരാം. 5 സെന്റ് സ്ഥലത്തിന് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഞങ്ങൾക്ക് 1400 ഏക്കർ പ്രൊജക്റ്റില് 700 പ്രൊജക്ട് ആണ്. അതിൽ 2 ഏക്കറാണ് ഒരു പ്രൊജക്ട് വരുന്നത്. ആ 2 ഏക്കറിൽ ഏറ്റവും കുറഞ്ഞ 40 പ്ലോട്ട് ഉണ്ട്. ഒരു പ്ലോട്ട് എന്ന് പറഞ്ഞാൽ 5 സെന്റ് ആണ്. ആ 5 സെന്റ് സ്ഥലത്തിൽ 20 ചന്ദനമരങ്ങൾ ഞങ്ങൾ നടുന്നുണ്ടാകും. 20 ചന്ദനമരങ്ങൾ നട്ട് വളർത്തി പരിപാലിച്ച് സംരക്ഷിച്ച് അത് ജസ്പെയ്ഡ് ഇന്റർനാഷണൽ എന്ന കമ്പനിയുടെ ഏറ്റവും വലിയൊരു സുരക്ഷാ സംവിധാനങ്ങളോട് അത് ഗവൺമെന്റിനെ ഏൽപ്പിക്കാനായിട്ട് നമ്മുടെ ഒപ്പം കമ്പനി ഉണ്ടാവും. അപ്പോൾ കാരണം ഇതിന്റെ പേയ്മെന്റ്സ് എല്ലാം കിട്ടുന്നത് അതിന്റെ രജിസ്റ്റേർഡ് ഓണേഴ്സ് ആണ്. അതെ, ഈ പൈസ നമ്മൾ മേടിച്ചു കഴിയുമ്പോൾ ഈ പ്രോപ്പർട്ടി നമ്മൾ ആധാരം ചെയ്ത് പോക്കുവരവ് ചെയ്ത് അതിന് ടാക്സ് അടച്ച് എല്ലാം ചെയ്ത് ആരാണോ റെസ്പെക്റ്റീവ് ഓണേഴ്സ് അവരുടെ പേരിലേക്കായിരിക്കും ഇത് തരുന്നത്. അപ്പം കമ്പനി എന്നിട്ട് ഒരു ലീസ് എഗ്രിമെന്റ് നടത്തിക്കൊണ്ട് കമ്പനി എന്ത് ചെയ്യുന്നു, ഇതിനെ 15 വർഷം സംരക്ഷിച്ചു കൊള്ളാമെന്നുള്ള ഒരു എഗ്രിമെന്റ് കമ്പനിക്ക് കൊടുക്കുകയും അല്ലെങ്കിൽ കമ്പനി തിരിച്ചൊരു എഗ്രിമെന്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇവിടെ ചെയ്യുന്ന ഒരു കാര്യം, ഇത്തരത്തിലൊരു പ്രൊജക്ട് കമ്പനി ഇത്രയും ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്താണ് ഇതിനകത്തെ ഹൈലൈറ്റ് പോയിന്റ്, എന്തുകൊണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇത് വീട്ടിൽ നട്ടുകൂടാ എന്ന് പറയുന്ന ഒരു പോയിന്റ് ആയിരിക്കും നിങ്ങളുടെ മനസ്സിലുള്ളത്. തൽക്കാലം അത് അവിടെ ഒന്നുകൂടെ നിൽക്കട്ടെ, കാരണം നമുക്ക് അത് പറയുന്നതിന് മുമ്പ് ഇതിന്റെ റേറ്റും കാര്യങ്ങളും ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ആ പോയിന്റിലേക്ക് പോകാം. അപ്പൊ ഇവിടെ ഒരു ചന്ദനമരം, സ്വാഭാവിക ചന്ദനമരം എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുണ്ടാവും ഇന്നും പലയിടത്തും. അതെ, എറണാകുളത്ത് ഞാൻ പലരുടെ അടുത്ത് വിസിറ്റ് ചെയ്ത സമയത്ത് 30 കൊല്ലമായ ചന്ദനമരം ഒക്കെ കാണുന്ന ഇപ്പോഴും ഒരു ചെറിയൊരു ശിഖരം പോലെ ചെറിയൊരു ചുള്ളിക്കമ്പ് നിൽക്കുന്ന പോലൊക്കെ കാണുന്നവരുണ്ട്. അപ്പൊ അവരുടെ മനസ്സിലേക്ക് എനിക്കൊരു ഉത്തരം തരാനുള്ളത്, അതെ, ചന്ദനമരത്തിന് അതിൻ്റെതായ സ്പെസിഫിക്കേഷൻ ഉണ്ട്. കാരണം ചന്ദനമരം 2010 ശേഷമാണ് ഈ കണ്ടുപിടുത്തം ഉണ്ടായത്. ഹെമി പാരസൈറ്റ് അഥവാ അർദ്ധപരാത സസ്യം എന്ന ക്ലാസിഫിക്കേഷനിലാണ് ചന്ദനമരം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒറ്റയ്ക്ക് വളരാനും പറ്റും, പക്ഷെ ഇതിനെ കൾട്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് ഇടക്കാല കൃഷിയുടെ സപ്പോർട്ടോടുകൂടി ഇതിനെ ഏറ്റവും നല്ല ഹാർവെസ്റ്റിങ്ങിന് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അങ്ങനെയെങ്കിൽ ജൈവ കൃഷിയിലൂടെ 10 തൊട്ട് 15 വർഷം കൊണ്ട് ചന്ദനമരത്തെ വളർത്തി 200 കിലോ ആക്കിക്കൊണ്ട് നമുക്ക് ഒരു ആവറേജ് ഒരു 200 കിലോ എന്ന് പറഞ്ഞാൽ 50 സെന്റിമീറ്റർ ഡയമീറ്ററിൽ ചന്ദനമരത്തെ വളർത്തിയെടുക്കാനായിട്ട് 10 തൊട്ട് 15 വർഷം കൊണ്ട് സാധിക്കുമെന്നാണ് പുതിയ കണക്കുകൾ പറയുന്നത്. അങ്ങനെയെങ്കിൽ 200 കിലോയുടെ 10% കാതൽ കിട്ടിയാൽ പോലും 2022 റേറ്റ് അനുസരിച്ച് 20,000 രൂപയാണ് കാതലിന് 2022 റേറ്റ്. അങ്ങനെയെങ്കിൽ 4 ലക്ഷം രൂപ കാതൽ ഇനത്തിലും ബാക്കി വരുന്ന ചില്ലകളും വേരുകളും അങ്ങനെയുള്ള 17-18 ക്ലാസിഫിക്കേഷനിൽ ബാക്കി വരുന്ന ഇല ഒഴികെ വരുന്ന എല്ലാം, ഈവൻ അറക്കുമ്പോൾ കിട്ടുന്ന പൊടി പോലും, മരം അറക്കുമ്പോൾ കിട്ടുന്ന പൊടി പോലും ഇന്ന് കളയില്ലെന്നാണ് പറയുന്നത്. അപ്പൊ അതെല്ലാം ഒന്ന് യൂട്ടിലൈസ് ചെയ്താൽ 2022 കണക്കനുസരിച്ച് മാത്രം 7,60,000 രൂപയാണ്. ഞാൻ എന്തിനാണ് ഈ 2022 2022 എന്ന് ചോദിച്ചാൽ, ഇന്ന് കേരളത്തിൽ തന്നെ പലർക്കും ഇന്ന് സ്വന്തമായിട്ട് സ്വന്തം പുരയിടത്തിൽ ചന്ദനമരം വളർത്തി പരിപാലിച്ച് വിളിച്ചവർക്ക് അവർക്ക് ഗവൺമെന്റ് പേയ്മെന്റ് കൊടുത്ത പല വീഡിയോസ് നിങ്ങളോട് വിളിച്ചവരോട് ചോദിച്ചാൽ അവർ അയച്ചു തരും. യൂട്യൂബിൽ തന്നെ പല ന്യൂസ് മീഡിയകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ ഈ ഒരു പ്രൊജക്ടിനെ കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുന്നത് ചോദിച്ചാൽ, ഇന്നിവിടെ നിന്ന് കേൾക്കുന്ന പലരും നമുക്ക് ഈ പ്രൊജക്ട് ഒരു 15 കൊല്ലം മുമ്പ് ചെയ്യാൻ സാധിച്ചിരുന്നെങ്കിൽ, ഒരു 20 ചന്ദനമരം നമുക്ക് വളർത്താൻ സാധിച്ചിരുന്നെങ്കിൽ 2022 റേറ്റ് അനുസരിച്ച് മാത്രം 1,52,00,000 രൂപ നമ്മുടെ അക്കൗണ്ടിൽ വന്നാണ്, അല്ലെ? പക്ഷെ ഇനി ഈ പ്രൊജക്ട് ചെയ്യുമ്പോൾ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഈ പ്രൊജക്ട് IWSTയുടെ ഒരു റിപ്പോർട്ടുണ്ട്. IWST എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വുഡ് ആൻഡ് സയൻസ് ടെക്നോളജി. ഇന്ന് ISRO പോലുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു റെപ്യൂട്ടഡ് ആയിട്ട് ഒരു ഓർഗനൈസേഷൻ ആണ് IWST. അപ്പോൾ IWSTയുടെ ഇന്ന് ഓണറബിൾ പ്രൈം മിനിസ്റ്റർ ആണ് ഇതിന്റെ ഹെഡ്, ഇതിന്റെ എല്ലാ ഇതിലും നോക്കുന്നത്. ഒപ്പം തന്നെ അതിന്റെ മിനിസ്റ്റേഴ്സ് ഉണ്ട്. അപ്പൊ ഇവിടെ IWSTയുടെ റിപ്പോർട്ട് പ്രകാരം 1980 ചന്ദനത്തിന് 1 കിലോയ്ക്ക് വില 20 രൂപയായിരുന്നു. 2023 എത്തിയപ്പോ 1000 മടങ്ങാണ് ചന്ദനത്തിന്റെ വില വർദ്ധിച്ചത്. സ്വർണത്തിന്റെ 100 മടങ്ങ് പോലും കഴിഞ്ഞ 50 കൊല്ലത്തിനുള്ളിൽ സംഭവിച്ചിട്ടില്ല എന്ന് പറയുമ്പോഴാണ് കഴിഞ്ഞ 50 കൊല്ലം കൊണ്ട് ചന്ദനം എന്ന് പറയുന്ന സാധനത്തിന് 1000 മടങ്ങ് വില വർദ്ധിച്ചു എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഹൈലൈറ്റഡ് പോയിന്റ്. അതെ, നിസ്സംശയം പറയാം, എല്ലാ വർഷവും 8 തൊട്ട് 12% അതിന്റെ റേറ്റിൽ നിന്ന് ഒരു ഇൻക്രിമെന്റ് ആയിട്ടുള്ള റേറ്റ് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു ഏറ്റവും വലിയൊരു വസ്തു കൂടിയാണ് ചന്ദനം. അങ്ങനെയെങ്കിൽ 2035 ഗവൺമെന്റുകൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു ചന്ദനത്തിന് 1 കിലോയ്ക്ക് തന്നെ ഏറ്റവും കുറഞ്ഞ 1 ലക്ഷം രൂപ വരുമെന്നാണ്. അപ്പോൾ ജസ്പെയ്ഡ് ഇന്റർനാഷണൽ പറയുന്നത് ഏതായാലും 1 ലക്ഷം രൂപ ഗവൺമെന്റ് പറഞ്ഞോട്ടെ, എന്തായാലും 4 മടങ്ങ് ഈ ഒരു കാൽക്കുലേഷൻ അനുസരിച്ച് ഞങ്ങളൊരു കാൽക്കുലേഷൻ എടുത്തിരിക്കുന്നത് ഒരു 87,500 വെച്ച് കാൽക്കുലേറ്റ് ചെയ്താൽ പോലും ഏറ്റവും കുറഞ്ഞ 20 മരത്തിന്റെ കാതലിൽ നിന്ന് 3.5 കോടി രൂപയും ബാക്കി വരുന്ന ഭാഗങ്ങളിൽ നിന്ന് ഏകദേശം 5 കോടി രൂപയും ഗവൺമെന്റ് പറയുന്നത് 25 ലക്ഷം രൂപ വെച്ച് ഏറ്റവും കുറഞ്ഞ് കിട്ടുന്നു. അങ്ങനെയാണെങ്കിൽ 5 കോടി രൂപ 20 മരത്തിൽ നിന്ന് നമുക്ക് റിട്ടേൺ ആയിട്ട് കിട്ടും. അപ്പൊ ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കുക,
12 തൊട്ട് 15 ലക്ഷം രൂപയിൽ ഏറ്റവും നല്ല പ്രോപ്പർട്ടികൾ, അതായത് വഴി സൗകര്യമുള്ള ഏറ്റവും നല്ല പ്രോപ്പർട്ടികൾ ഞങ്ങൾ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തായാലും ശരി, ഇവിടെയാണ് ഞാൻ ഇനി നമ്മളുടെ മേജർ ആയിട്ടുള്ള ചോദ്യം അല്ലെ. ഇന്ന് ഗവൺമെന്റ് പറഞ്ഞത് നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾക്ക് ചന്ദനമരം നടാം, വളർത്താൻ, പരിപാലിക്കാൻ. പക്ഷെ എന്താണ് നിങ്ങളത് ചെയ്തതിലുള്ള പ്രശ്നങ്ങൾ, അത് നമുക്ക് അനലൈസ് ചെയ്യാം. അതിൽ ആദ്യത്തെ കാര്യം, നമ്മൾ ഓഫ് കോഴ്സ് നമുക്ക് ഇതിനകത്ത് ലീഗൽ ഡോക്യുമെന്റ്സ് ഓക്കെ അത് ക്ലിയർ ആയി കഴിഞ്ഞാൽ അടുത്തൊരു കാര്യമാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയൊരു ഹൈലൈറ്റഡ് പോയിന്റ്. കാരണം ഇതിനകത്ത് നമ്മളെ സംബന്ധിച്ച് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് സെക്യൂരിറ്റിയാണ്. ഇന്ന് ജസ്പെയ്ഡ് ഇന്റർനാഷണൽ എന്ന കമ്പനി, കാരണം ഇതിന് വളരെ ടൈറ്റ് സെക്യൂരിറ്റി ഒരുക്കിക്കൊണ്ട് ഇതിന് എല്ലാവിധ 2 ഫേസിലായിട്ട്, ഫസ്റ്റ് ഫേസിൽ ആദ്യത്തെ 5 വർഷം കാതൽ ഫോം ചെയ്തതിന് മുമ്പായിട്ട് ഫേസ് 1 സെക്യൂരിറ്റിയും ഫേസ് 2 സെക്യൂരിറ്റിയിൽ 20 അടിയോളം വരുന്ന ഇലക്ട്രിക് ഫെൻസിങ്, ആംഡ് ഫോഴ്സ് വിത്ത് സെക്യൂരിറ്റി ഗാർഡുകൾ, ഡോഗ് സ്ക്വാഡുകൾ, ഒപ്പം ഇൻബിൽറ്റ് ചിപ്പുകൾ, സാറ്റലൈറ്റ് സർവൈലൻസ്, അങ്ങനെ നിരവധി അനവധി സേവനങ്ങളാണ് ജസ്പെയ്ഡ് ഇന്റർനാഷണൽ ഈ ഒരു പ്രൊജക്ടിൽ ഉൾപ്പെടുത്തുന്നത്. അതും നമ്മൾ കൊടുത്ത പേയ്മെന്റ് മാത്രമാണ് ഇതിന് വരുന്ന ആ ഒരു ചെലവ്. അപ്പൊ അത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യുന്ന അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഇന്ന് പ്രോപ്പർട്ടി നിങ്ങൾക്ക് പഞ്ചായത്ത് റോഡുകളായിക്കോട്ടെ, നിങ്ങൾക്ക് എല്ലാ ബസ് റോഡുകളായിക്കോട്ടെ, അതിനോട് പല സ്ഥലങ്ങളാണ് നിങ്ങൾക്ക് തരുന്നത്. അപ്പം ആ പ്രൊജക്ടിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അവിടെ വീട് വെക്കാനോ എന്തൊരു പോസിബിലിറ്റിക്കും ജസ്പെയ്ഡ് നിങ്ങൾക്ക് തരുന്ന പ്രോപ്പർട്ടിയിലുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ തരുന്ന പ്രോപ്പർട്ടീസ് എല്ലാം വാല്യുബിൾ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ആയിരിക്കും, അല്ലെങ്കിൽ വർത്ത് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പ്രോപ്പർട്ടീസിന്മേൽ നിങ്ങൾക്ക് പൂർണ്ണ അധികാരം ലഭിക്കുന്ന പ്രോപ്പർട്ടീസ് ആണ്. അതിനൊപ്പം തന്നെ 7ാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, നമുക്ക് കമ്പനി ഇവിടെ ചെയ്യുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് പ്ലോട്ട് കണ്ട് വിസിറ്റ് ചെയ്ത് ഇഷ്ടപ്പെട്ട് ചൂസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഒപ്പം തന്നെ കമ്പനി ചെയ്യുന്ന ഇവിടെ ഏറ്റവും വലിയൊരു കാര്യം, കാരണം നമുക്കറിയാം ഇന്ന് ഒറ്റയ്ക്ക് കൾട്ടിവേഷൻ നടത്തുമ്പോൾ ഉള്ള പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ, 1 സെക്യൂരിറ്റി കാര്യം പറഞ്ഞു, 2 ഇത്രത്തോളം ഇതിനെക്കുറിച്ച് നോക്കി മനസ്സിലാക്കി ഇതിന് പറ്റിയ സ്ഥലത്ത്, കാരണം ഞാൻ ഒരു എറണാകുളത്തെ കാര്യം പറഞ്ഞു, ഞാൻ കണ്ടത് കാര്യം, എനിക്ക് തോന്നുന്നു പലർക്കും ഈ ഒരു അനുഭവമാണ്. 15 കൊല്ലം കൊണ്ട് പോലും ഒന്നും ആയിട്ടില്ല. പക്ഷെ എന്തുകൊണ്ടാണത്? അതിന് ഹോസ്റ്റ് പ്ലാൻ സപ്പോർട്ട് കൊടുക്കാത്തതുകൊണ്ടും, അതിന് പറ്റിയ മണ്ണിൽ അതിനെ വെക്കാത്തതുകൊണ്ടും, ഉപ്പുകാറ്റ് കൊള്ളണമെന്നുള്ളതുകൊണ്ടും, 700 മീറ്റർ എബോവ് സീ ലെവലിന് മേലെ ഇതിൽ നിൽക്കണമെന്നുള്ളതും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇന്ന് നമുക്ക് പലർക്കും ഇവിടെ ഒറ്റയ്ക്ക് ഇതിന് വീട്ടിൽ കൾട്ടിവേറ്റ് ചെയ്താൽ ഇതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമില്ലെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അങ്ങനെയെങ്കിൽ ഇവിടെ അടുത്തൊരു പോയിന്റ് ആണ്, ഞങ്ങൾ ഈ ഒരു ഗ്രൂപ്പ് ഫാമിംഗ് എന്ന് പറയുന്ന ആശയത്തിന് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആണ് ഗ്രൂപ്പ് ഫാമേഴ്സ് വെൽഫെയർ അസോസിയേഷൻ. അതായത് ലോകത്തിലെ ആദ്യത്തെ സാൻഡൽവുഡ് ഗ്രൂപ്പ് ഫാമേഴ്സ് വെൽഫെയർ അസോസിയേഷൻ. അതായത് നമുക്കറിയാം ഒറ്റയ്ക്ക് നിന്നാൽ പലതും നേടാൻ സാധിക്കാത്ത, ഒരുമിച്ച് നിന്നാൽ പല കാര്യങ്ങളും നേടാം. ഇവിടെയാണ് ഇന്ന് കേരള ഗവൺമെന്റിന്റെ എല്ലാവിധ സപ്പോർട്ടോടുകൂടിയും ഇന്ന് ഗ്രൂപ്പ് ഫാമേഴ്സ് അസോസിയേഷൻ ആയിട്ട് രൂപീകരിച്ചുകൊണ്ട് ഓരോ പ്രോജക്റ്റിലെയും ഓണേഴ്സിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് അതിൽ നിന്ന് സെലക്ടഡ് ആയിട്ടുള്ള മെമ്പേഴ്സിനെ പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറി അങ്ങനെ തുടങ്ങിയ വലിയൊരു ഇതിലൂടെ നടത്തിക്കൊണ്ട് അവരിലൂടെ കമ്പനി ഒരു സെക്യൂരിറ്റിയും ഒപ്പം തന്നെ ഗവൺമെന്റിന്റെ സെക്യൂരിറ്റിയും അഡാപ്റ്റേഷൻസ് നടത്തുന്ന ഒരു സിസ്റ്റം ഇതിലൂടെ രൂപീകരിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ജസ്പെയ്ഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇവിടെ ഒറ്റയ്ക്ക് നമ്മൾ ചെയ്യുന്നതിനകത്തുള്ള റിസ്ക് എലമെന്റ്സുകൾ കുറയ്ക്കുകയാണ്. ഒന്ന് നമ്മുടെ ജീവനും നമ്മുടെ സുരക്ഷയ്ക്കുമുള്ള നമ്മുടെ സമയവും ഇതിന് ഏറ്റവും വലിയ കാര്യമാണ്. ഇതിന്റെ സമയം നമുക്ക് ജസ്റ്റ് ഒന്ന് ആലോചിച്ചു. പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട് ഒരുപാട് അയൽക്കൂട്ടങ്ങളിലൊക്കെ ആയിട്ട് നമ്മൾ ഒരുപാട് പുതിയ പദ്ധതികളൊക്കെ ഉണ്ട്. അതിലൊരു പദ്ധതിയായിരുന്നു സോപ്പ് ഉൽപാദനവും വീട്ടിലെ ഉള്ള സാധനങ്ങൾ ഉൽപാദനങ്ങളൊക്കെ. പക്ഷെ അതൊക്കെ ഇന്ന് നമ്മൾ ഒരുപാട് ചെയ്യുന്നില്ല. കാരണം എന്താണ്? മെനക്കേടായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. അപ്പൊ ഇതൊന്നും ആലോചിക്കും, ഒരു 15 അല്ലെങ്കിൽ 10 കൊല്ലം നിങ്ങൾ ഫുൾ ടൈം ആയിട്ട് ഇതിനു വേണ്ടി നിൽക്കുക എന്ന് പറയാം. കാരണം ജീവിതത്തിനും ആപത്താണ്. കാരണം തമിഴ്നാട്ടിൽ നിന്ന് ഒരു ദുരൈസ്വാമി മാത്രം പറയുന്ന ഒരു കാര്യങ്ങളാണ്, അദ്ദേഹത്തിന്റെ സ്വന്തം 10 ഏക്കർ ഭൂമിയിൽ അദ്ദേഹത്തിന് ചന്ദനമരങ്ങൾ നട്ടുവളർത്തി ചെലവാക്കിയത് അദ്ദേഹം 5 കോടി രൂപയാണ്. ചന്ദന മരങ്ങളുടെ വിലയല്ല 5 കോടി, തൈയുടെ വിലയല്ല 5 കോടി, മറിച്ച് 5 കോടി രൂപ അദ്ദേഹം മുഴുവൻ വന്ന് അദ്ദേഹത്തിന് സെക്യൂരിറ്റിക്ക് വന്ന ചെലവാണ്. അതെ, അപ്പൊ പണം നിങ്ങളുടെ കയ്യിൽ വേണം, നിങ്ങളുടെ കയ്യിൽ അതിനുള്ള പ്രൊട്ടക്ട് ചെയ്യാനുള്ള കൈകൾ വേണം, ഒപ്പം തന്നെ നിങ്ങൾക്ക് അതിനുള്ള സ്ഥലം കറക്റ്റ് ആയിട്ട് ചൂസ് ചെയ്യണം. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചൂസ് ചെയ്യാനായിട്ടുള്ള ഒരു മീഡിയം ആയിട്ട് നിങ്ങൾക്ക് ജസ്പെയ്ഡിനെ ഉപയോഗിക്കാം. അങ്ങനെ ഉപയോഗിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കുറഞ്ഞൊരു 5 കോടി രൂപ റിട്ടേൺ കിട്ടുമ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ FD ഇടാം. ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള FD തന്നെ വിചാരിച്ചോളൂ, അതിൽ തന്നെ ഇടാം. ഇനി അതല്ല, നിങ്ങളുടെ കുട്ടികളുടെ മാരേജ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ അതൊക്കെ വിട്ടേര്. 10 വർഷം എന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 12 വർഷം എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് നമ്മൾ പലപ്പോഴും പറയണം 2 ഗവൺമെന്റ് മാറി വരുന്ന സമയം, അതിനുള്ളിൽ നിങ്ങളുടെ റിട്ടയർമെന്റ് ലൈഫ് പലപ്പോഴും മക്കൾക്ക് വേണ്ടി ജീവിച്ച് ജീവിതം പലപ്പോഴും മറന്നു പോകുന്ന ആൾക്കാരാണ് മലയാളികൾ. അപ്പൊ അതുകൊണ്ട് നിങ്ങളെ സംബന്ധിച്ച് ഇവിടെ നമ്മുടെ ലൈഫ് എൻജോയ് ചെയ്യാൻ, നമ്മുടെ ലൈഫിന് പറ്റിയ ഒരു റിട്ടയർമെന്റ് ഇൻകം ആയിട്ട് ഇതിനെ കാണാനായിട്ട് സാധിക്കും. ഇനി അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്, നമ്മളിവിടെ ഇതിനകത്തൊരു ചെറിയൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. കാരണം ഇതിനൊരു ഇയർലി മെയിൻ്റനൻസ് ഉണ്ട്. 10,000 rupees ആണ് നമ്മൾ ഇതിന് ചാർജ് ചെയ്യുന്നുള്ളൂ. പക്ഷെ ഇതിനകത്തൊരു കാര്യം,
അതിൽ 5,000 രൂപ എല്ലാ വർഷവും നമുക്ക് തിരിച്ചു തരുന്നുണ്ടാവും. അതായത് ഇന്റർ ക്രോപ്പിംഗ് ലീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രീതിയിൽ, അതായത് ഇതിലുള്ള ഇടക്കാല കൃഷിയിലൂടെ കിട്ടുന്ന വരുമാനം 5,000 രൂപ നമുക്ക് തിരിച്ചു, അതായത് മുഴുവൻ ചെലവ് ഒരു വർഷത്തേക്ക് 5,000 രൂപ ചെലവ് വരുന്നുള്ളൂ. അപ്പൊ ഇതിന് കമ്പനി പറയുന്ന ഒരേ ഒരു കാര്യം, നിങ്ങൾക്ക് എത്രയാണോ 1 കോടിക്ക് മേലെ എത്രയാണോ പ്രോഫിറ്റ് കിട്ടുന്നത്, ആ പ്രോഫിറ്റിന്റെ ഒരു 5% നിങ്ങളുടെ അക്കൗണ്ടിൽ ട്രഷറിയിൽ നിന്ന്, അതായത് ഗവൺമെന്റിൽ നിന്ന് പേയ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു 5% നിങ്ങൾ കമ്പനിക്ക് കൊടുക്കുക. 5 കോടിയാണെങ്കിൽ 25 ലക്ഷം രൂപ. കമ്പനിയെ സംബന്ധിച്ച് കമ്പനിക്ക് ഒറ്റ ലക്ഷ്യമേ 28,000 പ്ലോട്ടിൽ നിന്ന് ഒരു 7,000 കോടി. ഐ മേക്ക് മണി ബൈ ഹെൽപ്പിംഗ് യു ടു മേക്ക് മണി. നിങ്ങൾക്ക് കാശ് ഉണ്ടാക്കി തന്നുകൊണ്ട് ജസ്പെയ്ഡ് എന്ന ഈ കമ്പനിയുടെ ഒരൊറ്റ ഉദ്ദേശമുള്ളൂ, ഒരു 7,000 കോടി അടുത്ത 10 തൊട്ട് 12 കൊല്ലം കൊണ്ട് നേടിയെടുക്കുക. അതിന് നിങ്ങൾക്ക് എല്ലാവരുടെ അഷുറൻസും കമ്പനിയിൽ നിന്നുണ്ടാവും. ഒപ്പം തന്നെ കമ്പനി മാത്രമല്ല, ഒരു ഗ്രൂപ്പ് ഫാമേഴ്സ് അസോസിയേഷൻ ഉണ്ടാവും. ഒപ്പം തന്നെ ഗവൺമെന്റ് സപ്പോർട്ടുകളും നമുക്ക് ഇന്ന് പല കാര്യങ്ങളിലായിട്ട് അനൗൺസ്മെന്റ് നടത്തുന്നതുകൊണ്ട് തന്നെ വളരെ ശക്തമായിട്ടും സേഫ് ആയിട്ടും ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഏറ്റവും മഹത്തരമായ ഓപ്ഷനാണ് ജസ്പെയ്ഡ് ഇന്റർനാഷണലിന്റെ ഈ ഒരു പദ്ധതി. ഇനി മുഴുവൻ പണവും അടയ്ക്കാൻ ഇല്ലാത്തവർ വിഷമിക്കണ്ട. 15,000 രൂപ വെച്ച് മാസം മാറ്റി വെച്ചുകൊണ്ട് നിങ്ങൾക്കൊരു 80 മാസം കൊണ്ട് നിങ്ങളുടെ പേരിൽ ആധാരം ചെയ്തുകൊണ്ട് പ്രോപ്പർട്ടി രജിസ്റ്റേർഡ് ആയിക്കൊണ്ട് ഒരു 6 വർഷം അല്ലെങ്കിൽ 5.5 വർഷത്തോളം പ്രായമുള്ള ചന്ദനമരങ്ങളോട് കൂടിയ സ്ഥലം കരസ്ഥമാക്കാനും പലിശരഹിത EMI സ്കീമുകൾ നിങ്ങൾക്ക് ഇതാ അവസരം ഒരുക്കുകയാണ് ജസ്പെയ്ഡ്. അപ്പൊ പ്ലാൻ ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിന്റെ സുവർണ അവസരങ്ങൾക്കായിട്ട്, നിങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ജസ്പെയ്ഡിനെ കാണാം. ഇനി 10 കൊല്ലം കഴിഞ്ഞ് റിട്ടേൺ ഉള്ളൂ, 12 കൊല്ലം കഴിഞ്ഞാൽ റിട്ടേൺ ഉള്ളൂ എന്ന് വിചാരിക്കുന്നവർക്ക് ഇപ്പോൾ തൊട്ട് റിട്ടേൺ വേണം. ജസ്പെയ്ഡിന്റെ ഏറ്റവും പുതിയ പ്രൊജക്ട് ആണ് 16 ചന്ദ്രമരങ്ങൾക്കിടയിൽ ഒരു കോട്ടേജ്, അവധിക്കാല വസതി, ചന്ദ്രമരങ്ങൾക്കിടയിലുള്ള ഒരു അവധിക്കാല വസതി എന്നൊരു ആശയം ജസ്പെയ്ഡ് ഇന്റർനാഷണൽ എന്ന കമ്പനിയിലൂടെ രൂപകൽപ്പന ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്നത് എന്നാന്ന് ചോദിച്ചാൽ, ഇവിടെ നമുക്കൊരു 30 to 40 അല്ലെങ്കിൽ 50 ലാക്സ് വരുന്ന പ്രൊജക്ടുകളിൽ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പ്രതിമാസം ഏറ്റവും കുറഞ്ഞൊരു 1 lakh rupees എങ്കിലും റിട്ടേൺ കരസ്ഥമാക്കാനും ഇവിടെ ഓപ്ഷൻ ഉണ്ട്. അതിലൂടെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത പണം ഒരു ഏറ്റവും കുറഞ്ഞ ഒരു 40 to 50 months കൊണ്ട് നിങ്ങൾക്ക് തിരിച്ചു എടുക്കുകയും ചെയ്യാം. ഒപ്പം തന്നെ ചന്ദ്രമരങ്ങൾ പ്രായമാകുമ്പോൾ അത് മുറിച്ചു വിൽക്കുന്നതിലൂടെ അവിടെയും ഒരു റവന്യൂ കളക്ട് ചെയ്യാം. അത്തരത്തില് വളരെ സേഫ് ആയിട്ടുള്ള ഒരു പ്രൊജക്ട് ആണ് ജസ്പെയ്ഡ് ഇന്റർനാഷണൽ നിങ്ങൾക്കായി നൽകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തീരുമാനം നിങ്ങൾക്ക് എടുക്കാം. കാരണം ജീവിതം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അല്ലെ, ഈ ഒരു ജീവിതം നമ്മുടെ മുമ്പിലുണ്ട്. അടുത്തൊരു ജീവിതം ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ആർക്കും അറിയില്ല. ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാം, ഇപ്പോ കിട്ടിയ ജീവിതം അത് നമുക്ക് ചെയ്യാവുന്ന നന്മകൾ മറ്റുള്ളവർക്ക് പങ്കുവെച്ചുകൊണ്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമുക്ക് ഈ ലോകത്തിൽ നിന്ന് പോകാം. അങ്ങനെയെങ്കിൽ നമ്മളെ സംബന്ധിച്ച് അല്ലെ, നമ്മളുടെ ജീവിതത്തിന്റെ ഒരു അർത്ഥവും വ്യാപ്തിയും ഉണ്ടാകാൻ ഈ ഒരു പ്രൊജക്റ്റിലൂടെ നിങ്ങൾക്ക് സാധ്യമാവട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു പുതിയ ഒരു വഴിത്തിരിവായിട്ട് ജസ്പെയ്ഡ് ഇന്റർനാഷണൽ മാറട്ടെ. ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, ഒരു തവണ കേട്ടുകൊണ്ട് ഈ പ്രൊജക്ട് നിങ്ങളുടെ ജീവിതത്തിൽ എത്രത്തോളം ഇമ്പാക്ട് ആകുമെന്നുള്ളതും എനിക്ക് പറയാൻ സാധിക്കില്ല. പക്ഷെ പലതവണ കേട്ടു നോക്കൂ. നിങ്ങൾക്കിത് ആവശ്യമാണെങ്കിൽ ഒരു 10 തവണ കേട്ടിട്ട് നിങ്ങൾക്കിത് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കൂടെ നിൽക്കൂ. ഇനി ഒരു തരത്തിലും പണവും സമ്പത്തും ഒന്നും നിങ്ങളുടെ കയ്യിലില്ലേ, ഞങ്ങളുടെ ഒപ്പം ജസ്പെയ്ഡിന്റെ ഓഫീസർ വിങ്ങിലേക്കും നിങ്ങൾക്ക് വരാനുള്ള അവസരങ്ങളുണ്ട്. പ്രായഭേദമന്യേ, കഴിവ് ഭേദമന്യേ ഇന്ന് ജസ്പെയ്ഡിനൊപ്പം പങ്കുചേരാനുമുള്ള അവസരങ്ങളുണ്ട്. മറക്കണ്ട, നിങ്ങളെ വിളിച്ചവരുമായിട്ട് കോൺടാക്ട് ചെയ്യൂ. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ദിസ് ഇസ് ലിൻസൺ ജോസഫ് സൈനിങ് ഓഫ്. ഹാവ് എ ഗ്രേറ്റ് ഡേ. താങ്ക് യു ഓൾ.